ഹായ് ഓൾ, വെൽക്കം ടു ടീമേറ്റ്സ് അക്കാഡമി. എല്ലാവർക്കും ടീമേറ്റ്സ് അക്കാഡമി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കോഴ്സ്, നമ്മുടെ രണ്ട് ബാച്ചസിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആർക്കൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട രണ്ട് ബാച്ചുകൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റഡി ലെവലിൽ വരുന്നവർക്കാണ് ഇതിലേക്ക് അഡ്മിഷൻസ് എടുക്കാൻ പറ്റുക, അതിൻ്റെ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ടുഗദർ വി ക്രാക്ക് ബാച്ചും അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിന്റ് 60 ബാച്ചിൻ്റെ മേജർ ഡിഫറൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, ഇതൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമുക്കറിയാവുന്ന ബേസിക് ലെവൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു അഡ്വാൻസ് ലെവലൊക്കെ പ്രിപ്പറേഷൻ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റാവുന്ന രണ്ട് ബാച്ചസ് തന്നെയാണ് ഇത് രണ്ടും. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു കാറ്റഗറിയിലേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മുടെ 60 ഡേയ്സ്, നമ്മുടെ സ്പ്രിന്റ് 60 ബാച്ച്, നമ്മുടെ 60 ഡേയ്സ് മെന്റർഷിപ്പ് ബാച്ചിൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ആർക്കൊക്കെ ഈ ഒരു ബാച്ചിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ ഒരു ബാച്ച് പ്രിഫർ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങളുടെ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സിലബസ് എൻ്റെലി കംപ്ലീറ്റ് ചെയ്തതാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്ത ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ച് നിങ്ങൾ പ്രിഫർ ചെയ്യുക. ഓക്കെ, നമ്മുടെ 60 ഡേയ്സിൻ്റെ സ്പ്രിന്റ് ബാച്ച് നിങ്ങൾ പ്രിഫർ ചെയ്യുക. അതുപോലെ തന്നെ ക്യൂയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് മിനിമം നിങ്ങൾ മോക്കുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ഒരു 12 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം, ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് മിനിമം 12 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരാളായിരിക്കണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സ്പ്രിന്റ് 60 ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കാര്യങ്ങൾ ക്വാളിഫൈ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു അഡ്വാൻസ് റിവിഷൻ ബാച്ചിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമ്മളെപ്പോഴും നമ്മൾ പറയണം, ഒരിക്കലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു ബാച്ച് ഓൺ ഗോയിങ് ആണ്, അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല. അതിന് നമ്മുടെ Tier 1 ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്, മെന്റർഷിപ്പ് ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്, അത് കൂടുതൽ പ്രിഫർ ചെയ്യുക. അല്ലാതെ ഈ സിലബസ് എൻ്റയർലി കവർ ചെയ്ത ഒരാളാണ്, അതിൽ ഈ മോക്കുകളിൽ റെഗുലറായിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം, ഈ ഒരു സ്പ്രിന്റ് 60 ബാച്ച്, 60 ഡേയ്സിൻ്റെ ഒരു മെന്റർഷിപ്പ് ബാച്ച് നിങ്ങൾക്ക്, ഹാർഡ് കോർ ബാച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കാരണം മറ്റൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ PYQ ബേസ്ഡ്, അറിയാലോ, നമ്മൾ റെഗുലറായിട്ട് സിലബസ് അച്ചീവ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്തിനു തന്നെയാണ്, PYQ ബേസ്ഡ് പ്രാക്ടീസിന് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം പലരും ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളത് കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതല്ല. അതിനുശേഷം റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസും റിവിഷനും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമുക്ക് ഇവരുടെ പാറ്റേണിൽ ചേഞ്ചസും ഒക്കെ വന്നതിന് ശേഷം തന്നെ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. സെക്ഷണൽ ടൈമറൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ റെഗുലർ പ്രാക്ടീസ് നമുക്ക് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അതുകൊണ്ടാണ് ഈ പറഞ്ഞ QAക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു മിനിമം സ്കോർ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്വാൻസ് ലെവൽ റിവിഷൻ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അത് മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ട് QA, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, റീസണിങ്, GK എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഇത് ത്രൂ നമ്മൾ റിവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിലേക്ക് തന്നെ QAയുടെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് എന്തായിരിക്കും, ടോപ്പിക് വൈസ് ആയിരിക്കും ആദ്യം വരിക. ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് 2-3 ക്ലാസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കിൻ്റെയും കേസിൽ വരിക. അതിനുശേഷം നമുക്ക് എന്ത് കാണും, അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് നമുക്ക് ഡെയിലി എന്താണ് ഒരു ലിമിറ്റഡ് ടൈം എന്ത് ചെയ്യണം, ഓരോ സബ്ജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 hours വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ടൈമിൻ്റെ ബേസിസിലാണ് പറയുന്നത്. നിങ്ങളൊരു ബേസ് സ്ട്രോങ് ആയിട്ട് ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, ഈ ഒരു ടൈമിൽ ഈ ഒരു ടെസ്റ്റുകളും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. ഇതോടൊപ്പം നിങ്ങൾക്ക് ടോപ്പിക്കിൻ്റെ കൂടെ ഒരു ടോപ്പിക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ടോപ്പിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 2010 മുതൽ ലാസ്റ്റ് ഇയറിലേക്ക് വരെ വന്നിട്ടുള്ള PYQs ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന പോലെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് സെക്ഷൻസ് തന്നെയായിരിക്കും. അതുകൂടാതെ ഒരു സെറ്റ് ഓഫ് ബെസ്റ്റ് സെറ്റും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ബെസ്റ്റ് സെറ്റും കൂടെ, അതായത് നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്ന ടോപ്പിക് വൈസ് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ബെസ്റ്റ് സെറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു സെക്ഷനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ അതിനുശേഷം 2-3 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് ടോപ്പിക്കിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സെക്ഷണൽ QA എന്തോ ഉണ്ടായിരിക്കും നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സെക്ഷണൽ QA എന്താണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. ദെൻ അതിൻ്റെ ക്ലാസ് ആയിരിക്കും. ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, പിന്നീട് കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, റിവൈസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഇടയ്ക്ക് ഓരോ ഹോളിഡേയ്സ് വരുന്ന ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും എൻഡ് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത്തരത്തിൽ എന്ത് വേണം, ഒരു റെഗുലർ പ്രാക്ടീസ് ആയിരിക്കും നമ്മൾ ഏത് കേസിൽ ചൂസ് ചെയ്യാം, ഈ ഒരു 60 ഡേയ്സിൻ്റെ ഒരു ബാച്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എല്ലാം ടോപ്പിക് വൈസ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓരോ ടോപ്പിക്കും 2-3 ഡേയ്സിൽ നമ്മൾ കവർ ചെയ്തതിന് ശേഷം നമുക്കറിയാം, അല്ലാതെ ഇപ്പോൾ ബേസ് സ്ട്രോങ് അല്ലാത്ത ഒരാൾക്ക് ഈ ഒരു ടൈമിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണമെന്ന് നിർബന്ധമില്ല. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും അവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും ക്ലാസ്സും കാര്യങ്ങളെല്ലാം വരിക. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് അറിയില്ല, ഇനി അങ്ങോട്ട് എക്സാംസ് വരുമ്പോൾ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്ന എന്ത് തന്നെയാണ്, ഇംഗ്ലീഷ് തന്നെയാണ്, അല്ലേ?
ഇംഗ്ലീഷ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 3 കാറ്റഗറി ആയിട്ട്. ഒന്ന് നമ്മൾ വൊക്കാബ് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, വൊക്കാബ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ നമുക്ക് എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് വരുന്നുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എന്താണ് നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, ക്ലോസ്, പാരാജമ്പിൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഈ 3 സെക്ഷൻസ് നമുക്ക് നെക്സ്റ്റ് അവിടെ വരുന്നുണ്ട്. ദെൻ അതിന് ശേഷമായിരിക്കും നമുക്ക് എന്ത് വരിക, ഈ പറയുന്ന പോലെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, അവിടെ വരുന്നതായിരിക്കും. ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് വരിക, ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളെല്ലാം വരും. 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. വൊക്കാബിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമുക്ക് ഓരോ ലെറ്റർ വൈസ് ഓരോ ലെറ്റേഴ്സിൻ്റെ ആയിട്ടായിരിക്കും എനിക്ക് എൻ്റെ റിവിഷനും കാര്യങ്ങളെല്ലാം വരിക. ഞാൻ ഈ പറഞ്ഞില്ല, ടൈം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഈ 2-3 ദിവസങ്ങളിലായിട്ട് നമുക്ക് ചെയ്യാം. ദെൻ കുറച്ച് ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ലെറ്റർ വൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ദെൻ നമുക്ക് റെഗുലറായിട്ട് നമുക്ക് എന്ത് വരും, അതിൻ്റെ റിവിഷനും കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആ ഒരു ഓരോ സ്പെസിഫിക് സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വരും, ഓരോ സെറ്റിൻ്റെ റിവിഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ എന്ത് ചെയ്യും, വരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഈ പറഞ്ഞ കോംപ്രിഹെൻഷൻ റീഡിങ് കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന പോലെ അഡ്വാൻസ് ലെവൽ പാസേജസും ഉണ്ടായിരിക്കും. സ്റ്റാർട്ടിങ് നമ്മൾ കുറച്ച് ബേസിക് ലെവലിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പാസേജസിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് പാസേജസ് ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ടൈം നമുക്ക് കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് അഡ്വാൻസ് ലെവൽ പാസേജും കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടതായിരിക്കും, ആൻസർ ചെയ്യുന്നതായിരിക്കും. അത് ഓരോ സ്റ്റേജ് കഴിയുന്നതോറും നമുക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ഏതൊക്കെ ലെവലിൽ നമുക്ക് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. സോ അതിനുശേഷം ആ ഒരു ചേഞ്ചസും കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ അതിനുശേഷം ഈ പറയുന്ന പോലെ നമുക്ക് എന്താണ്, ഗ്രാമർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗണിൽ നിന്നും പ്രൊനൗണിൽ നിന്നൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ പുതിയ പാറ്റേണിലൊക്കെ വരുമ്പോഴത്തേക്ക് എഡ്യൂക്കേറ്റഡ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അതിൽ നൗണ് പ്രൊനൗണ് ബേസ് കാര്യങ്ങളിലേക്ക് എന്ത് വരുന്നില്ല, വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ബട്ട് സ്റ്റിൽ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ പോകെ അഡ്വാൻസ് ലെവൽ ടോപ്പിക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പയ്യെ എന്ത് ചെയ്യും, നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇതെല്ലാം നമ്മൾ റെഗുലർ ബേസിൽ ഓരോ ടോപ്പിക് ചെയ്യുമ്പോഴും നമുക്ക് എന്തുണ്ടാകും, കൃത്യമായിട്ടുള്ള റിവിഷൻസ് ഉണ്ടാകും. റിവിഷൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ വരിക. സോ ഇവിടെ പറയുന്ന പോലെ തന്നെ എന്താണ്, നമുക്കറിയാലോ കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന ഈ പറഞ്ഞാൽ എന്താണ്, GK അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇത് മുന്നോട്ട് പോവുകയും ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ റീസണിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ്, ഒരു ടോപ്പിക് വൈസ് സെക്ഷൻ ആയിരിക്കും. അടുത്ത ദിവസം നമുക്ക് എന്തായിരിക്കും, ഒരു സെക്ഷനിലും ആയിരിക്കും. അപ്പോൾ സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീക്ക് സോൺസ് മാത്രം, നമ്മൾ എല്ലാ ഏരിയാസും അല്ല, ഒന്ന് ടോപ്പിക് വൈസ് സെക്ഷൻസ് ഉണ്ടാവും. ദെൻ എല്ലാ സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയാസ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനുള്ള ഒരു രീതിയായിരിക്കും നമുക്ക് അവിടെ വരിക. അത് ഓരോരുത്തർക്കും എന്തായിരിക്കും, സബ്ജക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് പിന്നെ എന്ത് ചെയ്യണമെന്നില്ല, അവിടെ റിവൈസ് ചെയ്യണമെന്നില്ല. നമുക്ക് വീക്കായിട്ട് വരുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നമ്മൾ റിവിഷന് ഫോക്കസും കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഓക്കെ, അതായിരിക്കും റീസണിങ്ങിൻ്റെ കേസിൽ നമുക്ക് വരിക. ദെൻ ഈ പറയുന്ന പോലെ GKയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്ട്രാറ്റജിക്കുള്ള റിവിഷനും കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് ഏതിൻ്റെ കേസിലാണ്, നമുക്ക് GKയുടെ കേസിൽ തന്നെയാണ് അല്ലേ. GKയുടെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഈ പറയുന്ന പോലെ എന്താണ്, നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു മെറ്റീരിയലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാമല്ലോ, നിങ്ങൾ ഓൾറെഡി ഒരു ബേസ് ആയിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വേറെ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള PDF മെറ്റീരിയൽസും ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പറയുന്ന പോലെ ഏറ്റവും ആയിട്ട് അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന, റിവിഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. സോ അതിൻ്റെ സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരുപാട് ബുക്സാണ്, ഫാറ്റ്മാൻ അടക്കമുള്ള ഉണ്ടായിരിക്കും. അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് റിലേറ്റഡ് ഫാക്ട്സും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് കുറേ കൂടി അഡ്വാൻസ് ലെവലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പോസിബിൾ ആകുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട. GKയുടെ കംപ്ലീറ്റ് റിവിഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് അത് റെഗുലർ ബേസിൽ നമ്മൾ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ടോപ്പിക് വൈസ് റിവിഷൻസും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവും, അതിൻ്റെ കംപ്ലീറ്റ് റിവിഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, വരുന്നതായിരിക്കും. ആൻഡ് ഓരോ നമുക്കറിയാമല്ലോ GK നമ്മൾ വെറുതെ പഠിച്ചുകൊണ്ട് പോകാന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ, ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് റെഗുലർ ബേസിൽ നമ്മൾ എന്തും കംപ്ലീറ്റ് ചെയ്യും, അതിൻ്റെ റിവിഷൻ ടോപ്പിക്സും. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് അതിൻ്റെ ടൈം ഷെഡ്യൂൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഈ പറയുന്ന പോലെ മാർക്ക് ഈ ഒരു രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഞാൻ പറയല്ലോ QA നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ഇതിലേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഫോക്കസ് കൊടുക്കണം എന്നുള്ളതല്ല. QA അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഇതിൽ റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നമ്മൾ എന്താണ് ഒരു ഗ്യാപ്പ് വരുന്ന ടൈമിൽ, ഓക്കെ, നമുക്ക് ഇതിനിടയ്ക്ക് റെഗുലർ ആയിട്ടുള്ള ഹോളിഡേയ്സ്, അപ്പോൾ അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിപ്പോൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ഡേറ്റിൻ്റെ ബേസിലായിരിക്കും വരുന്നതുള്ളതുകൊണ്ട് തന്നെ ഹോളിഡേയ്സും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് റിവിഷണൽ ടൈം സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ആൻഡ് ദെൻ മൂവിങ് ഓൺ, നമുക്ക് ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൂടുതൽ നമ്മുടെ എന്താണ് ഈ പറഞ്ഞ ബേസ് സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് ഒരു അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു 60 ഡേയ്സിൻ്റെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. സോ റെഗുലറായിട്ട് റിവിഷനും അഡ്വാൻസ് ലെവൽ പ്രാക്ടീസും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഒരു കട്ട് ഓഫിലേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ് ലക്ഷ്യം അല്ലേ. നിങ്ങൾ അത്ര ആ ഒരു രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ ബേസ് ഓൾറെഡി നല്ല സ്ട്രോങ് ആയ ഒരാളാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് കിട്ടണം എന്നില്ല, കട്ട് ഓഫിലേക്ക് എത്തണം എന്നില്ല. സോ ആ കട്ട് ഓഫിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷനും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ ഒരു സ്പ്രിന്റ് 60 ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഒരു ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ അപ്പോൾ ടുഗദർ വി ക്രാക്ക് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടയർ 2 ഓറിയന്റഡ് ആയിട്ടുള്ള ബാച്ച് നമ്മുടെ എക്സാം ബാച്ച് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ടുഗദർ വി ക്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻസ് നോക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് പ്രിഫർ ചെയ്യേണ്ടത് ഒന്ന്, നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന പോലെ ടയർ 1 എക്സാം അത് 2025 ടയർ 1 എക്സാം ഓൾറെഡി ക്ലിയർ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന ടയർ 2 ബേസ്ഡ് ബാച്ചാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ടുഗദർ വി ക്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. ഇനി അതല്ല ടയർ 1 അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ നമ്മുടെ 2026 CGL വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് മോക്കൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ റെഗുലറായിട്ട് മോക്കൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ വല്ല 135+ മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന 135+ ഒക്കെ റെഗുലറായിട്ട് സ്കോർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു CGLന്റെ ടുഗദർ വി ക്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്നവർക്കാണ് മെയിനായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ടുഗദർ. അപ്പോൾ നമ്മുടെ ടയർ 2 ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ബാച്ചാണ് ഏതെന്ന് പറയുന്നത്. ടയർ 2 ഓറിയന്റഡ് നമ്മൾ മുന്നോട്ട് പോകുന്ന ബാച്ചാണ് ഏതെന്ന് പറയുന്നത് ടുഗദർ വി ക്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ടയർ 2 ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്വാൻസ് ലെവൽ ബാച്ച് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ അതിന് പറയുന്ന ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് അതിൻ്റെ പ്രോപ്പർ ഫിൽറ്ററിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് അവർ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡൗട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കൂടുതൽ ഡൗട്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾറെഡി നമ്മുടെ സന്ദേശ് സാർ അടക്കമുള്ള ഗൈഡൻസിലാണ് ഈ ഒരു ബാച്ച് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അത് കൂടാതെ തന്നെ ലാസ്റ്റ് ഇയറിലെ 2025 പ്രധാനപ്പെട്ട റാങ്ക് 1, 2, 3, 4 അടക്കമുള്ള പ്രധാനപ്പെട്ട അച്ചീവേഴ്സും കൂടി നിങ്ങളുടെ മെൻറ്റേഴ്സായിട്ട് നിങ്ങൾക്ക് ഫുൾ അഡ്വൈസും അല്ലെങ്കിൽ ഫുൾ ഗൈഡൻസും എല്ലാം തരുന്ന ഒരു ബാച്ചും കൂടിയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ടുഗദർ വി ക്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. സോ എല്ലാ രീതിയിലും അത് അച്ചീവ് ചെയ്തവർ ടയർ 2 അടക്കമുള്ള ക്ലിയർ ചെയ്തവർ ടയർ 1 നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഏറ്റവും അഡ്വാൻസ് പ്രിപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് നമ്മുടെ ടുഗദർ വി ക്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞാൽ ഓൾറെഡി ടയർ 1 ക്ലിയർ ചെയ്തവർ അതുപോലെ ഒരു കട്ട് ഓഫ് മോക്കിൽ റെഗുലറായിട്ട് ഈ പറഞ്ഞ കട്ട് ഓഫ് ഒക്കെ അറ്റൻഡ് നിങ്ങൾക്ക് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നവരാണ്. സോ അതിങ്ങനെ പറ്റുന്നവർ മാത്രം. ഞങ്ങൾ പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ക്യൂയുടെ കേസുകൾ വരുമ്പോഴത്തേക്ക് ക്യൂയുടെ കേസിലൊക്കെ ഈ പറഞ്ഞ നമുക്കറിയാമല്ലോ, എപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ റെഗുലർ ബാച്ച് അറ്റൻഡ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ പറയുന്ന ഒരു സ്പെസിഫിക് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് അപ്രൂവ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഇവിടെ ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റുകളും അതുപോലെ ബെസ്റ്റ് സീരീസ് നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 3 ടോപ്പിക്സ് കവർ ചെയ്തുകൊണ്ട് ഓക്കെ 3 ടോപ്പിക്സ് കവർ ചെയ്യുന്ന രീതിയിൽ 30 ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് വീതം വരുന്ന രീതിയിലേക്ക് എന്തുണ്ടായിരിക്കും, ഒരു സെക്ഷണൽ ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡെയിലി ഒരു 10 hours ഒരു 10 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റണം. ഓക്കെ, ഡെയിലി ഒരു 10 hours മാറ്റി വെക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് കോർ അഡ്വാൻസ്ഡ് ട്രെയിനിങ് ബാച്ചാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ടുഗദർ വി ക്രാക്ക് ബാച്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ക്യൂയുടെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റണം, അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന പോലെ സെക്ഷണൽ ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിൻ്റെ പാറ്റേണും ഈ ഒരു നമുക്ക് എന്ത് ചെയ്യാം, റിവിഷനും കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് യെസ് നമ്മൾ അടുത്തതിലേക്ക് പോകുമ്പോൾ ദെൻ എല്ലാ സൺഡേസിലും നിങ്ങൾക്ക് എന്താ ഉണ്ടാവും, സൺഡേസ് എല്ലാം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ റെഗുലറായിട്ട് എന്തും കൂടെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഈ പറയുന്ന പോലെ ഒരു ലൈവ് ടയർ 1 ഫുൾ മോക്ക് ടെസ്റ്റ് എല്ലാ സൺഡേസും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, അത് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റെഗുലറായിട്ട് അതും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അറ്റൻഡ് ചെയ്യേണ്ടി വരും. എല്ലാ സൺഡേസും നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ലൈവ് ടെസ്റ്റ് ടയർ 1 ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ആൻഡ് ഈ പറയുന്ന ഓരോ ദിവസങ്ങൾ കൂടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടയർ 2 സെക്ഷൻ 1 ഫുൾ ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ റെഗുലറായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിലായിരിക്കും എന്ത് ചെയ്യുക വരിക, നിങ്ങൾക്ക് ടോപ്പിക് ഉണ്ടാവും. സോ അതിൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റും ഉണ്ടാവും, ബെസ്റ്റ് ടെസ്റ്റും ഉണ്ടാവും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തും ഉണ്ടാകും, ഈ പറയുന്ന പോലെ സെക്ഷണൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സെക്ഷണൽ ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, 3 സെക്ഷൻസിൻ്റെ ഈ റിവിഷൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് വരിക, ക്യൂയുടെ കേസിൽ നിങ്ങൾക്ക് എന്ത് വരിക, നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം വരിക. സോ അവിടെ നിങ്ങൾ ഈ പറയുന്ന പോലെ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് മിസ്സാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് മാറ്റി എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഹോളിഡേയ്സ് വരുന്ന ടൈമിലും അതുപോലെ റിവിഷനായിട്ട് വരുന്ന ടൈമിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്
ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം നമ്മൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസും കാര്യങ്ങളെല്ലാം തരും. അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, റിവൈസ്. നമ്മൾ ഈ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്, റെഗുലറായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോകാന്നുള്ളതിനപ്പുറത്തേക്ക് റെഗുലറായിട്ട് റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സുകളിലേക്ക് പോകാന്നുള്ളതിനാണ്. അപ്പോൾ അതിൻ്റെ അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ക്യൂയുടെ കേസിലേക്ക് എന്ത് ചെയ്യുക, ഇവിടെ വരിക. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷും നമ്മൾ എന്താണ്, ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബ് എന്ത് ചെയ്യുന്നുണ്ട്, 3ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷിന് എനിക്ക് പറഞ്ഞാലാണ് ഈ പറഞ്ഞ കോംപ്രിഹെൻഷൻ ഉണ്ട്, ക്ലോസ് ടെസ്റ്റും അതുപോലെ എന്താണ് കോംപ്രിഹെൻഷനും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റെഗുലറായിട്ട് അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ. ഗ്രാമറും ഈ പറയുന്ന പോലെ എന്താണ്, ഗ്രാമറും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ റെഗുലർ ബേസ് നമ്മൾ ബേസ് തൊട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ നോട്ട്സും റിവിഷൻ നോട്ട്സും ടെസ്റ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റിവിഷൻ നോട്ട്സും ടെസ്റ്റ് സീരീസും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, റെഗുലറായിട്ട് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് വൊക്കാബിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, ഓരോ ലെറ്റേഴ്സിൻ്റെയും ഇതുപോലെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് നമുക്ക് ഓരോ സെക്ഷൻസ് കഴിയുന്നതനുസരിച്ച് അവിടെ എന്ത് കണ്ടക്ട് ചെയ്യും, റിവിഷനും നമ്മൾ റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയലിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞത് ബ്ലാക്ക് ബുക്കിന് കൂടുതലായിട്ട് ബ്ലാക്ക് ബുക്കിന് പുറത്തേക്കും വരുന്ന എന്താണ്, കൂടുതലായിട്ടുള്ള വൊക്കാബ്സും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നതായിരിക്കും, ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഇഡിയംസിൻ്റെ കേസിലും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈവൻ അതിന് പുറത്തേക്കുള്ള ഓൾറെഡി അവർ സോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ആ സോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്കായിട്ട് യൂസ് ചെയ്യുക. അതിന് കൂടുതലായിട്ട് വരുന്ന ഓക്കെ, അതിന് പുറത്തേക്ക് വരുന്ന അഡീഷണൽ കാര്യങ്ങൾ നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു മെറ്റീരിയൽ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഏറ്റവും അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് റെഡി ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും അഡ്വാൻസ് ലെവലിലേക്ക് റെഡി ആക്കുക എന്നുള്ളതാണ്. സോ ഇനി പറഞ്ഞ പോലെ തന്നെ അതിന് പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നിലവിലെ ഒരു എക്സാം പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ബ്ലാക്ക് ബുക്കിന് പുറത്തേക്ക് വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആഡ് ഓൺസ് ആയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ മെറ്റീരിയൽ ത്രൂ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മൾ ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് മൂവിങ് ഓൺ നമുക്ക് ഈ പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഒരുപാട് പേര് കമ്പ്യൂട്ടറിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഇയർ വന്നപ്പോഴത്തേക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്തതിൽ പോലും ഒരുപാട് പേർക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് പേര് അത് ഈസി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് അതിൽ ഷെഡ്യൂൾസിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരും. ബട്ട് സ്റ്റിൽ നിങ്ങൾ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ എന്താണ്, ലാസ്റ്റ് ഇയറിലേക്ക് എക്സാം വന്നപ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞ കമ്പ്യൂട്ടറിന് ഫെയിൽ ആയി എന്നുള്ളത് കൊണ്ട് തന്നെ അതിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൻ്റെ കേസിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഏറ്റവും ഇൻറ്റൻസീവായിട്ട് വരുന്ന നമുക്ക് ഈ പറയുന്ന പോലെ ഏത് തന്നെയാണ്, നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ജി കെയുടെ കേസിൽ തന്നെയാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ മെയിനായിട്ട് ഈ ഒരു സെക്ഷനിലൂടെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി ക്യു എയിൽ സ്ട്രോങ് ആയ ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ക്യു എയിൽ നിങ്ങൾ എന്തായിരിക്കണം, നല്ല സ്ട്രോങ് ആയിരിക്കണം അല്ലേ. ക്യു എയിൽ സ്ട്രോങ് ആണ്. നമ്മളിൽ ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന എന്തിനു തന്നെയായിരിക്കും, നമ്മൾ ജി കെക്കും ഇംഗ്ലീഷും നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും ഇൻറ്റൻസീവായിട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാര്യം അതാണ് ഒരു ഗെയിം ചേഞ്ചറായിട്ട് വരിക അല്ലേ. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജി കെയുടെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് തന്നെയായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ പാർമറിൻ്റെ ഫാറ്റ്മാൻ പോലുള്ള സീരീസ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 6 പേജ് നോട്ടൊക്കെ വരുന്നതിനകത്ത് ഇവിടെ ഒരു 12 പേജ് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് PDF ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. PDF ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല സെപ്പറേറ്റ് നോട്ട്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ ഏറ്റവും അഡ്വാൻസ് ലെവൽ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് ഒരു സബ്ജക്റ്റിന് അതിൻ്റെ എന്താണ് NCERT ബേസ്ഡ് ഫുൾ കണ്ടന്റ് ആയിരിക്കും. അത് കൂടാതെ ആഡ് ഓൺ ആയിട്ട് ഡീപ്പായിട്ട് എല്ലാ ടോപ്പിക്സും പഠിക്കുന്ന രീതിയിലുള്ള നോട്ട്സ് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ ജി കെ ടോപ്പിക് അങ്ങനെയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സോ അത് റെഗുലർ ബേസിൽ ഈ പറയുന്ന പോലെ എന്താണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ റിവിഷനും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ടോപ്പിക് വൈസ് അതിൻ്റെ ക്ലാസ്സും അതിൻ്റെ നോട്ട്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഫുൾ സബ്ജക്റ്റിൻ്റെ റിവിഷൻസ് നമുക്ക് എന്ത് ചെയ്യും, ഇടയ്ക്ക് നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ സബ്ജക്ട്സിൻ്റെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റിവിഷൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞൊരു നമ്മുടെ ടയർ 2 ബേസ്ഡ് ഓക്കെ ടയർ 2 ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് ബാച്ചാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, നമ്മുടെ ടുഗദർ വി ക്രാക്ക് ബാച്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ 2 ബാച്ചുകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷൻ നോക്കുന്നവർക്ക് അത് ക്വാളിഫൈ ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത സന്ദേശ് സാർ അടക്കമുള്ള നമ്മുടെ ലാസ്റ്റ് ഇയറിൽ അച്ചീവേഴ്സ് അടക്കമുള്ള ഒരുപാട് പേരുടെ ഗൈഡൻസോടുകൂടി, പേര് പറയുന്ന പോലെ തന്നെ ടുഗദർ വി ക്രാക്ക് എന്നുള്ളതാണ്. ഓൾറെഡി ക്രാക്ക് ചെയ്ത് അവരുടെ പ്രോപ്പർ ഗൈഡൻസോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെയും ആ ഒരു ക്രാക്ക് ചെയ്തിട്ട് ഒരു ഹൈ ലെവലിലേക്ക് എത്താനായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ 2 ബാച്ചുകളുടെ നമ്മുടെ മെയിനായിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്.
സോ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഷെഡ്യൂളിലൊക്കെ കുറേ കാര്യങ്ങൾ വരും. അതൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി നോക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ച് ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക. സോ ഈ ടയർ 2 ഒക്കെ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ലാസ്റ്റ് ഇയറിലൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണല്ലേ. അപ്പോൾ എവിടെയാണോ നമുക്ക് മിസ്റ്റേക്സ് വന്നത്, ഈവൻ ടയർ 1 ഫുൾ സിലബസ് കവറോഡിൽ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും മോക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ആ ബാച്ചുകളിലേക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സ്പ്രിന്റ് 60 ബാച്ച് നിങ്ങളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ സെലക്ഷൻ എന്നുള്ളതിനാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ടയർ 2 ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ടുഗദർ വി ക്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ആർക്കൊക്കെ പറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് പറ്റും. അല്ലെങ്കിൽ മറ്റേതൊക്കെ ബാച്ചാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതായിരിക്കും. സോ ഇതിനകത്ത് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ പിൻ ചെയ്യും. അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയാണ് മെയിനായിട്ട് ഈ 2 ബാച്ചുകളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. നമുക്ക് ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഇനി വരുന്ന ദിവസങ്ങൾ കാണാം. സോ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതിനും റെഗുലറായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.